എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും KAS Mentorന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിഗ്രി തലത്തിലുള്ള എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് കണ്ടിരിക്കണം. കാരണം ഡിഗ്രി തലത്തിലുള്ള മെയിൻസ് എക്സാമിനേഷനുകളിൽ വരുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് ഡിഗ്രി തലത്തിലുള്ള എക്സാമിനേഷൻ്റെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിനേഷനും അതോടൊപ്പം തന്നെ കേരള ബാങ്കിൻ്റെ എക്സാമിനേഷനും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ മെയിൻ സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മെയിൻസ് തലത്തിലുള്ള എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ക്ലാസ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇതെങ്ങനെയാണ് ഈ ടോപ്പിക്ക് പഠിക്കേണ്ടതെന്നും ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. സോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ഏതാണ് ടോപ്പിക് എന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ ഈ ഒരു ടോപ്പിക്ക് മെയിൻസ് തലത്തിലുള്ള എക്സാമിനേഷനുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്നിരുന്നാൽ പോലും പല ആളുകളും ഈ ഒരു ടോപ്പിക്ക് മിസ്സായി പോകുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സിംഗിൾ സോഴ്സോ നമുക്ക് പറയാൻ സാധിക്കില്ല. സപ്പോസ് കേരള അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നമുക്ക് ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു ബേസ് ആയിട്ട് റെഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്കോ ഒരു റെഫറൻസ് സോഴ്സ് മെറ്റീരിയൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ കേരള ഗവേണൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു സബ് ടോപ്പിക്കിൽ നമുക്ക് ഒരു സിംഗിൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് മൾട്ടിപ്പിൾ സോഴ്സുകൾ റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സോഴ്സുകൾ റെഫർ ചെയ്യേണ്ടത് വരുന്നത് കൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യുന്നു, ഈ ഒരു ടോപ്പിക്ക് മിസ്സാകാറാണ് പതിവ്. പക്ഷേ 5 മാർക്കാണ് SI എക്സാമിനേഷനുകൾ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള ബാങ്കിന്റെ എക്സാമിനേഷനിൽ 10 മാർക്കാണ് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 5 മാർക്കും 10 മാർക്കും ഒരു കാരണവശാലും നമുക്ക് മിസ്സാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇന്നത്തെ എക്സാമിനേഷന്റെ കാലഘട്ടത്തിൽ. ഒരു മാർക്കിന് വരെ 50, 100 റാങ്കുകൾ മാറി മറിയുന്ന ഒരു കാലഘട്ടത്തിൽ 5 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന, സർവീസിൽ നിങ്ങൾ കയറണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്ക് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. അങ്ങനെ മിസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ക്ലാസ് കാണണം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഡിഗ്രി തലത്തിലുള്ള എക്സാമിനേഷന്റെ മെയിൻ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇതാണ് സിലബസ്. നിങ്ങളുടെ ഈ സിലബസിൽ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ സിലബസ് ആണ്. ഇതേ ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് കേരള ബാങ്കിന്റെയും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ വരുന്നുണ്ട്. അവിടെ 10 മാർക്കോളമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗണിലേക്ക് പോകാം. ഈ ഒരു ടോപ്പിക്കിൽ ഏതൊക്കെ സബ് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഈ സിലബസിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. KS എക്സാമിനേഷനും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും KS Mentorന്റെ ഭാഗമായിട്ട് ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുമായിട്ട് ബന്ധപ്പെടുക, KS Mentorുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ SI മെയിൻസ് എക്സാമിനേഷൻ, അതോടൊപ്പം തന്നെ LSGS മെയിൻസ് എക്സാമിനേഷൻ, അതോടൊപ്പം തന്നെ കേരള ബാങ്ക് മെയിൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഹൈക്കോർട്ടിന്റെ ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. താഴെ പറയുന്ന ലിങ്കിൽ നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. സിലബസിൽ കൊടുത്തിരിക്കുന്നത് പ്രകാരം ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് തന്നെ നിങ്ങളുടെ ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓരോ ടോപ്പിക്കും എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത്. സോ അറിയില്ലാത്തതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കുമായിട്ട് നമുക്കൊന്ന് ഫെമിലിയർ ആകാം. എന്താണ് ഈ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസ്. കേരള സ്റ്റേറ്റിന്റെ സിവിൽ സർവീസുകളെ കുറിച്ചാണ്. നമുക്കറിയാം കേരള സ്റ്റേറ്റിന്റെ സിവിൽ സർവീസുകൾ, സ്റ്റേറ്റ് സർവീസുകളുണ്ട്, സബോർഡിനേറ്റ് സർവീസുകളുണ്ട്, ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭരണഘടനാ ആർട്ടിക്കിളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേരള നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന സർവീസ് ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കാനുണ്ട്. സോ ഇത്രയുള്ള കാര്യങ്ങളാണ് കൂടുതലുമായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഭാഗമായിട്ട്. ഇതിനുശേഷം വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ്. ക്വാസി ജുഡീഷ്യൽ ബോഡികളും അതോടൊപ്പം തന്നെ കമ്മീഷനുകളെയും കുറിച്ചും പറയുന്നുണ്ട്. സോ കമ്മീഷനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കേരള സ്റ്റേറ്റിന് വുമൻസ് കമ്മീഷൻ ഉണ്ട്, ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ റൈറ്റ് ടു ഇൻഫോർമേഷന്റെ ഭാഗമായിട്ട് ഇൻഫോർമേഷൻ കമ്മീഷൻ ഉണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കമ്മീഷനുകൾ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. പല ആളുകൾക്ക് വേണ്ടി, പല കൂട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പല ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന കമ്മീഷനുകൾ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. സോ ഈ കമ്മീഷനുകളിൽ നിന്ന് ചോദ്യങ്ങൾ വളരെയധികം വരാറുണ്ട്. ഈ ആദ്യത്തെ 2 ടോപ്പിക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കുകളാണ്. കാരണം
കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കമ്മീഷനുകളിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് ടോപ്പിക്കുകളാണ് ഈ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, സ്റ്റേറ്റ് സർവീസസ് ആൻഡ് വേരിയസ് കമ്മീഷൻസ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. പിന്നീട് വന്നിരിക്കുന്നത് ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്. കേരളത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സാമ്പത്തികവും സാമൂഹ്യപരമായിട്ടുള്ള വികസനത്തിന്റെ ബേസിക് ഫാക്റ്റുകളാണ്. ഈ ബേസിക് ഫാക്റ്റുകൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കറണ്ട് അഫെയറുമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. കറണ്ട് അഫെയർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, കേരളത്തിന്റെ സാമൂഹ്യപരമായിട്ടുള്ള വളർച്ച, സാമ്പത്തികമായിട്ടുള്ള വളർച്ച, അതിന് സംബന്ധമായിട്ടുള്ള പല സൂചികകൾ പലപ്പോഴും പുറത്തിറങ്ങാറുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ സൂചികകളുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ സൂചികകളുണ്ട്. അത്തരത്തിലുള്ള സൂചികകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. എസ്പെഷ്യലി നീതി ആയോഗ് പുറത്തുവിടുന്ന പല കണക്കുകളുണ്ട്. ആ കണക്കുകളിൽ ഓരോ സംസ്ഥാനങ്ങൾ എത്ര തലത്തിൽ മെച്ചപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ ജനക്ഷേമത്തിൽ, അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിൽ, അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള വികസനത്തിൽ, അല്ലെങ്കിൽ പല രീതിയിലുമുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കണക്കുകൾ പലപ്പോഴും പുറത്തുവിടാറുണ്ട്. ഇത്തരത്തിലുള്ള സൂചികകൾ അല്ലെങ്കിൽ ഇൻഡെക്സസുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റ് ആനുവലി പുറത്തിറക്കുന്ന കേരള എക്കണോമിക്കൽ സർവേ എന്ന് പറയുന്ന ഒരു സർവേ ഉണ്ട്. ഈ സർവേയിലും കേരളത്തിൽ ആർജിച്ചെടുത്ത വികസനത്തിന്റെ പല കണക്കുകളും പുറത്തുവിടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കേരള എക്കണോമിക്കൽ സർവേ എന്ന് പറയുന്നത് ഇതിന് ആസ്പദമായിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണെന്ന് പറയാൻ സാധിക്കും. ഈ ഒരു ടോപ്പിക്കിന് ശേഷം നമുക്ക് കാണാവുന്നത് മറ്റൊരു ടോപ്പിക്കാണ് പ്ലാനിംഗ് ബോർഡ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്ലാനിംഗ്. കേരളത്തിലെ പ്ലാനിംഗ് ബോർഡുകൾ, നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരു പ്ലാനിംഗ് ബോർഡ് ഉണ്ട്. ഈ പ്ലാനിംഗ് ബോർഡിന്റെ സംബന്ധമായിട്ടുള്ള എന്താണ് അവരുടെ ആശയം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, പ്ലാനിംഗ് ബോർഡുമായിട്ട് സംബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാനിംഗ് ബോർഡും അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ പോളിസികളും കൊമേഴ്ഷ്യൽ പ്ലാനിങ്ങുകളും. പ്രീവിയസ് ഇയർ ചോദ്യം ചോദിച്ചിരിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എസ്പെഷ്യലി വയനാട് അടക്കമുള്ള പല ദുരിതങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള നാച്ചുറൽ കലാമിലിറ്റികളും കേരളത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രോക്സിമിറ്റി വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മൾ കേരളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ പറയുന്ന ദുരിതങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന കലാമിലിറ്റികളെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും അതോറിറ്റികളുണ്ടോ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസികളുണ്ടോ, അവരിൽ ആരൊക്കെ വരുന്നു, എന്താണ് അവരുടെ കർത്തവ്യങ്ങൾ, അതിൻ്റെ തലവൻ ആര്, അവർ മെമ്പേഴ്സ് ആര് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. യെസ്. നെക്സ്റ്റ് വൺ, വാട്ടർഷെഡ് മാനേജ്മെന്റ്. തണ്ണീർത്തട നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തണ്ണീർത്തട നിയമവുമായിട്ടും കേരളത്തിലുള്ള തണ്ണീർത്തട നിയമങ്ങൾ, അത് നിലവിൽ വന്ന വർഷങ്ങൾ, അതിൽ മുന്നോട്ട് വെക്കുന്ന പ്രൊവിഷനുകളൊക്കെയാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. സോ തണ്ണീർത്തട നിയമങ്ങളും ഈ ഒരു ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ. ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ജോലി സാധ്യതകൾ ഇല്ലാതിരിക്കുന്നതും അതോടൊപ്പം തന്നെ ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം കൂടുതൽ തൊഴിൽ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്കൊന്ന് പഠിച്ചിരിക്കണം. തീർച്ചയായിട്ടും അത് കേരള ഗവേണൻസിന്റെ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിനെ സംബന്ധമായിട്ടുള്ള ഒരു ടോപ്പിക്കും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. കേന്ദ്ര തലത്തിലുള്ള എംപ്ലോയ്മെന്റ് പ്രോഗ്രാമുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടാവും, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല മറ്റൊരുപാട് തരത്തിലുള്ള നിയമങ്ങളും പദ്ധതികളും സ്കീമുകളും നമുക്ക് പഠിക്കാനുണ്ട് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിൽ. പിന്നീട് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണ നിയമങ്ങളിൽ അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഗുണഭോക്താക്കൾ നമ്മളായിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഗുണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഭൂപരിഷ്കരണ നിയമങ്ങൾ ഏതൊക്കെ, ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ചട്ടങ്ങൾ ഏതൊക്കെ, അതിന്റെ പ്രൊവിഷനുകൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ലാൻഡ് റിഫോമുകളും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺ. സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യക്ഷേമം, അതോടൊപ്പം തന്നെ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ. ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും അതിൻ്റെ അനുബന്ധമായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്.
കേരളത്തിൽ ഒരുപാട് തരത്തിലുള്ള ഒരു സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ പദ്ധതികൾ കൊണ്ടുവരാറുണ്ട്. ഒരു സാമൂഹ്യ ക്ഷേമ അല്ലെങ്കിൽ ഒരു ക്ഷേമ രാഷ്ട്രം എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യയെ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേമ രാഷ്ട്രത്തിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ കേരളത്തിനെ കാണാൻ സാധിക്കും. ഒരുപാട് തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ സംബന്ധമായിട്ടുള്ള സ്കീമുകളെ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ, പേരുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ എന്താണ് ആ സ്കീമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യങ്ങൾ പലപ്പോഴും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഇത് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണേണ്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ടോപ്പിക്കാണ്. ഇതോടൊപ്പം തന്നെ അനുബന്ധമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ, ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺ. സ്ത്രീകളെയും കുട്ടികളെയും അതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ഏതൊക്കെ, അതിന്റെ പേരുകൾ ഏതൊക്കെ, അതോടൊപ്പം തന്നെ ആ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്ന വർഷം, അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഈ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയറുമായിട്ട് സംബന്ധമായിട്ട് അനുബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്നും പ്രീവിയസ് ഇയർ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് അല്ല, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിനുശേഷം വന്നിരിക്കുന്ന ടോപ്പിക്കാണ് പോപ്പുലേഷൻ ആൻഡ് ലിറ്ററസി. പോപ്പുലേഷൻ, ലിറ്ററസി, കേരളത്തിന്റെ പോപ്പുലേഷൻ ലെവലുകൾ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ ലിറ്ററസി ലെവലുകൾ, അതോടൊപ്പം തന്നെ ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇ ഗവേണൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇ ഗവേണൻസുമായിട്ട് സംബന്ധപ്പെട്ട ഇ ഗവേണൻസ് പദ്ധതികൾ ഏതൊക്കെ, കേരളത്തിൽ ഇ ഗവേണൻസിന് തുടക്കം കുറിക്കപ്പെട്ട പദ്ധതികൾ ഏതൊക്കെ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഇ ഗവേണൻസ് പദ്ധതികളും റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളും റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പോർട്ടലുകളും റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഏതൊക്കെ എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ടി വരും. നെക്സ്റ്റ്, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. ലെജിസ്ലേഷൻ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഡെലിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആണ്. ലെജിസ്ലേറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കറിയാം ലെജിസ്ലേച്ചറിനാണ്, പാർലമെന്റിനോ സംസ്ഥാന നിയമസഭയ്ക്കോ ആണ്. പക്ഷേ ഈ അധികാരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലിഗേറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു മറ്റൊരു ഏജൻസിയിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക്. അപ്പോൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് വേണ്ടി വരും. തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. അതിന്റെ രണ്ട് കൺട്രോളുകളുണ്ട്. ഒന്ന് ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ കൺട്രോളുകളാണ് പഠിക്കേണ്ടതെന്നാണ് നിങ്ങളോട് ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ റെമഡീസ് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേഴ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് എങ്ങനെ പരിഹാരം കാണാമെന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റുകൾ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ കാര്യനിർവഹണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടല്ലാത്ത അല്ലെങ്കിൽ ജനവിരുദ്ധമായിട്ടുള്ള തരത്തിലുള്ള ഓരോ നടപടികൾ എടുക്കാൻ സാധിക്കും, നിയമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ ഓർഡറുകൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ ഗവൺമെന്റുകൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഈ അധികാരങ്ങളെ അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള ഇവരുടെ നടപടിക്രമങ്ങളെ എങ്ങനെ തടയിടാം, എങ്ങനെ അതിനൊരു പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം എന്നുള്ളതാണ്. ഒരുപാട് തരത്തിലുള്ള പരിഹാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ജുഡീഷ്യൽ റിവ്യൂ ഒരു പരിഹാരമാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒരു പരിഹാരമാണ്, അതോടൊപ്പം തന്നെ റിട്ട് ജുഡിസിഷൻ എന്ന് പറയുന്നത് ഒരു പരിഹാരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പരിഹാരങ്ങൾ നമുക്കിത് കാണാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഭരണഘടന തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ റെമഡീസിനെ കുറിച്ചാണ് മറ്റൊരു ടോപ്പിക്ക് പറയുന്നത്. ഇതിനുശേഷം വരുന്ന ഒരു ടോപ്പിക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രീഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. അഡ്മിനിസ്ട്രേഷന് അവരുടെ ഡിസ്ക്രീഷൻ ഉണ്ട്, അവർക്ക് സ്വമേധയാ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആ ഡിസ്ക്രീഷനെ സംബന്ധമായിട്ടുള്ള ഒരു ടോപ്പിക്കും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഫോളോ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കോടതി സംവിധാനങ്ങൾ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ജുഡീഷ്യൽ നാച്ചുറൽ ജസ്റ്റിസ്, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതൊരു തിയറിയാണ്. ഈ തിയറിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, കൂടുതൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രിപ്സ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇത്രയും സിലബസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, എങ്ങനെ 5-ൽ 5 മാർക്ക് അല്ലെങ്കിൽ 10-ൽ 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട 3 സ്റ്റെപ്പുകളാണ് പ്ലാൻ, പ്രിപ്പയർ ആൻഡ് പെർഫോം. ഇത് 3 ചെയ്യണം.
ഇത് മൂന്നും ചെയ്താലാണ് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് ബി ഹാവിങ് എ പ്ലാൻ. എല്ലാവരുടെ കയ്യിൽ ഒരു പ്ലാൻ വേണം. അത് എങ്ങനെ പ്ലാൻ വേണം എന്നുള്ളതുപോലെ തന്നെ ആ പ്ലാൻ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതും നിങ്ങളാണ്. അതിനനുസരിച്ച് അത് എക്സാം ഹാളിൽ അത് പെർഫോം ചെയ്യുകയും ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതൊന്ന് പ്ലാൻ ചെയ്തെടുക്കാം. എന്താണ് ഇതിന് വേണ്ടതായിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് നോക്കാം. പ്ലാന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ വേണം ഈ ഒരു ചോദ്യ പേപ്പറിൽ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ടോപ്പിക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വായിച്ചെടുത്താലാണ് എങ്ങനെയാണ് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്, ആ ചോദ്യങ്ങളുടെ രീതികൾ എന്തൊക്കെയാണ്, ഈസി ലെവലാണോ, മീഡിയം ലെവലാണോ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ചോദ്യങ്ങളാണോ ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അനാലിസ് ചെയ്യണം. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ അനാലിസിസ് ആണ്. പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തുക. ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെ, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള പ്രോക്സിമിറ്റി ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, വിച്ച് among the following is true about the Kerala State Disaster Management Authority? സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസ് എ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഓട്ടോണമസ് ബോഡി. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറിയും ഓട്ടോണമസ് ബോഡി ആണെന്നാണ് ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറി ആണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. പക്ഷേ ഇത് എവിടെ നിന്ന് ശരിയാണോ തെറ്റാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് വെബ്സൈറ്റുകളാണ്. എസ്പെഷ്യലി പദ്ധതികളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് വെബ്സൈറ്റുകളാണ്. സോ നമുക്ക് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോകാം. വെബ്സൈറ്റിന്റെ പേജ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കയറി കഴിയുമ്പോൾ തന്നെ ലോഡായി വരുന്ന ഒരു പേജ് ആണ്. ഈ പേജിൽ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരമുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഫസ്റ്റ് ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കിട്ടി. എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ദി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോണമസ് ബോഡി. ഓക്കെ. ഇത് ഓട്ടോണമസ് ബോഡി ആണെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോൺ ഓട്ടോണമസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, പക്ഷേ ഓട്ടോണമസ് ബോഡി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ചെയർപേഴ്സൺ ചീഫ് മിനിസ്റ്റർ ആണെന്നാണ്. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ചെയർമാൻഷിപ്പിലാണ് ഈ ഒരു ബോഡി പ്രവർത്തിക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നമുക്ക് മനസ്സിലായില്ലേ? യെസ്. പിന്നീട് നമുക്ക് നോക്കാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ പോർട്ട്ഫോളിയോ ഡയറക്ട്ലി ചീഫ് മിനിസ്റ്ററിന്റെ കീഴിൽ വരുന്നതാണെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇത് 2007 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 2007 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് 10 അംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചെയർ ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർ ആണ്. അതോടൊപ്പം തന്നെ കൺവീൻഡ് ബൈ ദി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. യെസ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ഇത് കൺവീൻ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ മറ്റൊരു സ്റ്റേറ്റ്മെന്റിന്റെ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണോ എന്നുള്ളതാണ്. നമുക്ക് അതാണോ അല്ലയോ എന്ന് ഈ ഒരു പേജിൽ നിന്ന് തന്നെ കണ്ടെത്തി നോക്കാം. യെസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് KSDMA ഈസ് ദി ചീഫ് സെക്രട്ടറി ഓഫ് കേരള. യെസ്. അപ്പോൾ ഇതിന്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഉത്തരവ് നമുക്ക് ഇതേ സ്ലൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഇതേ വെബ് പേജിൽ നിന്ന് തന്നെ കിട്ടി. ഓക്കെ. സോ ഈ ഒരു ചോദ്യപേപ്പറിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ? ഈ ഒരു ചോദ്യങ്ങളിൽ വരുന്ന ചോദ്യങ്ങളിൽ ഭൂരിപക്ഷം ചോദ്യങ്ങളിൽ നിന്നുമുള്ള കാര്യങ്ങൾ റെഫറൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ്. കാരണം ആധികാരികമാണ്. ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ഇതിന്റെ തെറ്റുകുറ്റങ്ങൾ കാണാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഗവൺമെന്റ് വെബ്സൈറ്റുകൾ വേണം പലപ്പോഴും നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് റെഫറൻസ് ആയിട്ട് കണക്കാക്കാൻ. സോ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. റെസ്ക്യൂ മിഷൻ പ്രൊജക്ട് envisaged by the Kerala State Council for Child Welfare since 2017 to extend assistance to the children in the trouble and rehabilitate them properly.
2017 കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ട്രബിൾ അനുഭവിക്കുന്ന കുട്ടികളെ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ഏത് പദ്ധതിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സബ് ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും കൂടെ കൂടിയിട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഏതാണ്? തണലാണോ, അമ്മത്തൊട്ടിലാണോ, സ്വാതന്ത്ര്യമാണോ, കളിവീടാണോ? ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് തണലാണെന്ന് കാണാൻ സാധിക്കും. തണലാണ്. ഓപ്ഷൻ നമ്പർ എ ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയാൻ സാധിക്കും. സോ ഇത് വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി അറ്റ് ദി സെയിം ടൈം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന ആ സബ് ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ദി പ്ലേസ് ഐഡന്റിഫൈഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിജിറ്റൽ സർവീസ് പാർക്ക് അണ്ടർ ദി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കേരളത്തിലെ ഡിജിറ്റൽ സർവീസ് പാർക്ക് വന്നിരിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. കാക്കനാടാണോ, തോന്നക്കലാണോ, ചവറയാണോ, ആലുവയാണോ? സോ ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് ആൻസർ ആണ്. തോന്നക്കലിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ടെക്നോളജി പാർക്കുകളും അതോടൊപ്പം തന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇ ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇ ഗവേണൻസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് നമുക്ക് ഈ ചോദ്യത്തിനെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. Kerala State Commission for Protection of Child Rights came into existence on 2004, 2005, 2013 and 2012. ഈ പറയുന്ന ഏത് വർഷമാണ് കേരള സ്റ്റേറ്റ് ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്? വേരിയസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു, സബ് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സബ് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2013 ആണ്. 2013 ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, സോ വേരിയസ് കമ്മീഷനിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി സിവിൽ സർവീസിൽ നിന്നൊരു ചോദ്യമാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞു. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസ്. ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. എന്താണ് ആ ചോദ്യം? കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസ് ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 എംപ്ലോയീസ് ആർ നോൺ ആസ്. ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 എംപ്ലോയീസിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ എന്തിലാണ് അറിയപ്പെടുന്നത്? ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിട്ടാണോ, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിട്ടാണോ, ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണോ, അതോ നോൺ ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി ആൻസർ ഈസ് ഗസറ്റഡ് ഓഫീസേഴ്സ്. ഗസറ്റഡ് ആണ്. ക്ലാസ് 1 ക്ലാസ് 2 എംപ്ലോയീസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ. ക്ലാസ് 3 ആൻഡ് ക്ലാസ് 4 ഉദ്യോഗസ്ഥരെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്. വേണമെങ്കിൽ മറ്റു ചില ചോദ്യങ്ങളിലേക്കും വരാം. ക്ലാസ് 1 ക്ലാസ് 2 എംപ്ലോയീസിനെ അവർ സ്റ്റേറ്റ് സിവിൽ സർവീസിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ക്ലാസ് 3 ക്ലാസ് 4 ഓഫീസേഴ്സ് സബോർഡിനേറ്റ് സർവീസിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയേണ്ടി വരും. അത് കേരള സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കും. സോ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. എ പ്രൊജക്ട് ഓഫറിംഗ് ഫ്രീ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 18 years ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഇൻകം സ്റ്റാറ്റസ്. ഇൻകം സ്റ്റാറ്റസ് പരിഗണിക്കാതെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഇൻകം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണം. ഓക്കെ, ആരോഗ്യ കിരണമാണ് ഈ പദ്ധതി. കേരളത്തിന്റെ ഭാഗമായിട്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പദ്ധതികളൊന്നാണ് ആരോഗ്യ കിരണം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആരോഗ്യ കിരണം പദ്ധതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സബ് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. സോ ഇതാണ് ഒരു പ്രീവിയസ് ഇയർ ചോദ്യം. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം എന്താ? കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകൾ നമുക്ക് കിട്ടി അല്ലെ? കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ വുമണിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇ ഗവേണൻസിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേരിയസ് കമ്മീഷനുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. സോ ഈ ഹോട്ട് ടോപ്പിക്കുകൾ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. ഈ ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഇനിയും വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സോ ഒരിക്കലും ഈ ഹോട്ട് ടോപ്പിക്കുകൾ നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ ഇത് പഠിക്കേണ്ടതായിട്ടുള്ള സോഴ്സുകൾ. മേജർ സോഴ്സ് എന്ന് പറയുന്നത് KAS Mentorൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് വെബ്സൈറ്റുകൾ നിങ്ങൾ റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് കയറി ഇറങ്ങി നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് എല്ലാം കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷനും ഉൾപ്പെടെയുള്ള ഒരു KAS Mentorന്റെ ഒരു നോട്ടാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. സോ 360 ഡിഗ്രി ലെവലിലുള്ള എല്ലാ തരത്തിലുള്ള ആംഗിളിൽ നിന്നുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷനും അടങ്ങിയ നോട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് മെറ്റീരിയൽ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ്. നമ്മൾ ഓൾറെഡി അനാലിസിസ് ചെയ്തു പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അനാലിസിസ് ചെയ്തു. സോ PYQs ആണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇതിന് ഭാഗമായിട്ട് പിന്നീട് ഗവൺമെന്റ് വെബ്സൈറ്റുകളാണ്. ചില കാര്യങ്ങൾ നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് വന്നിരിക്കാം. ഇപ്പോൾ KS Mentor നോട്ടുകളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഡൗട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതാത് ഗവൺമെന്റ് വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾ പോവുക. ഗവൺമെന്റ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ അത്രമാത്രം ജെനുവിൻ ആണ്, കറക്റ്റ് ആണ്, ക്ലാരിറ്റി ഉണ്ടായിരിക്കും. സോ ഗവൺമെന്റ് വെബ്സൈറ്റുകളാണ് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് നോക്കുക. ആ സൈറ്റിൽ കയറുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാം സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും അതോടൊപ്പം തന്നെ പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആവിഷ്കരിക്കപ്പെട്ട പദ്ധതികളെക്കുറിച്ച് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എന്നാണ് നിലവിൽ വന്നതെന്ന് പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു സൈറ്റാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു വെബ്സൈറ്റിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ഷേമ പദ്ധതികളെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വെബ്സൈറ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ടി വരും. സോ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനും കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സോഴ്സുകളാണ്. ഇതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, കുട്ടികളുമായിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ചോദ്യ പേപ്പറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം സ്ത്രീകളുമായിട്ട് സംബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെയും സ്ത്രീകളെയുമായിട്ട് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതുകൊണ്ടും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള പല പദ്ധതികളെക്കുറിച്ചും ആവിഷ്കരിക്കപ്പെട്ട പദ്ധതികളെക്കുറിച്ചും ഒക്കെ ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് ഒരു കാരണവശാലും മിസ്സാകാൻ പാടില്ലാത്ത മറ്റൊരു വെബ്സൈറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇതോടൊപ്പം തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് കേരള എക്കണോമിക്കൽ റിവ്യൂ. ഓരോ വർഷവും കേരള എക്കണോമിക്കൽ റിവ്യൂ എന്ന് പറയുന്ന കേരളത്തിൻ്റെ സംബന്ധമായിട്ടുള്ള ഓരോ മേഖലകളിലെയും വളർച്ചയുണ്ടെങ്കിൽ വളർച്ചകളെക്കുറിച്ചും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠനം നടത്തി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സർവേയാണ് കേരള എക്കണോമിക്കൽ റിവ്യൂ എന്ന് പറയുന്നത്. സോ ഈ കേരള എക്കണോമിക്കൽ റിവ്യൂവിൽ നിന്ന് കേരളത്തിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ളതും വളർച്ചയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. വ്യക്തമായിട്ടുള്ള കണക്കുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കേരള എക്കണോമിക്കൽ റിവ്യൂ ഒരു സോഴ്സ് ആയിട്ട് കണക്കാക്കണം. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ സംബന്ധമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏകോപിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, KS Mentorന്റെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ സോഴ്സുകളെല്ലാം ഏകോപിച്ചുകൊണ്ടായിരിക്കും. സോ തീർച്ചയായിട്ടും നമുക്കിവിടെ ഫോളോ ചെയ്യേണ്ടത് ഈ സിംഗിൾ സോഴ്സ് തന്നെയാണ്. എന്നിരുന്നാലും ഇതും നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് പലപ്പോഴും റെഫറൻസ് ആയിട്ട് നോക്കാവുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്, ഒരു സോഴ്സുകളാണ് ഈ താഴെ പറയുന്ന സോഴ്സുകൾ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 5 അല്ലെങ്കിൽ 10 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾ വൺസ് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ SIയുടെ മെയിൻസിനും അതോടൊപ്പം തന്നെ കേരള ബാങ്കിൻ്റെ മെയിൻസിനും ഇനി വരാൻ പോകുന്ന സെക്രട്ടറി ക്ലാസിൻ്റെ മെയിൻസിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്കോ അല്ലെങ്കിൽ 10 മാർക്കോ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തന്നെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ 5 മാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 10 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻസ് ലിസ്റ്റിലേക്ക് വന്നതിന് ശേഷം ലാസ്റ്റ് റാങ്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ സർവീസിലേക്ക് കയറണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണം. ഒരു കാരണവശാലും ഒരു മെയിൻസ് എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരു കാരണവശാലും വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് എങ്ങനെയാണ് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.